എന്തോ ഈ ശിവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകത? ഈ ശിവന്റെ കാളകൂട വിഷം കഴിക്കുന്ന ദിവസമായുണ്ട് എല്ലാവരും വന്നു കഴിയുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെ തന്നെ ഫോട്ടോ എടുക്കാനും അല്ലാതെ പ്രാർത്ഥനകൾക്കും ഒക്കെയായി ഈ ഒരു പ്രദേശം മാറിയിരിക്കുകയാണ്. I'm here for the first time, but I was getting great stories about it, so I wanted to be at a special day and to see it in person. So I wish all the best to all people. ശിവരാത്രിയോടനുബന്ധിച്ച് തളി ക്ഷേത്രത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയ ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ദിവസം, ഏകദേശം 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ, പ്രത്യേക ആഘോഷങ്ങൾ എന്തൊക്കെയാണ്? ശിവക്ഷേത്രങ്ങൾ വെച്ച് വളരെ ഒരു പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് തളി മഹാദേവ ക്ഷേത്രം. ശിവരാത്രിക്ക് ഇവിടെ വന്ന് തൊഴുക എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത അവർക്കൊരിതാണ്. ഇന്നലെ മുതൽ വ്രതം തുടങ്ങിയ ഭക്തന്മാരാണ്. നാളെ രാവിലെ അവരുടെ വ്രതം അവസാനിക്കുന്നുള്ളൂ. ആലുവ മണപ്പുറത്തേക്ക് ഈ മഹാശിവരാത്രി ദിനം എത്തിച്ചേരുമ്പോൾ അതൊരു പ്രത്യേക ഒരു പുണ്യം കിട്ടും എന്നൊക്കെ തന്നെയാണ് ഭക്തരുടെയൊക്കെ വിശ്വാസം. കൊല്ലം വന്ന് വലിയിരുന്നേ ഇവിടെ രാത്രി ഇവിടെ കഴിച്ചുകൂടും? ഇല്ല, പോകും. സുഖമില്ലാത്ത അപ്പൊ വന്ന് തൊഴുതിട്ട് നാളെ രാവിലെ ഒന്ന് വെളിയിടാൻ വരും. നന്നായി പ്രാർത്ഥിച്ചു ഭഗവാന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. ഇവിടെ എത്തി തൊഴുക എന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഗ്രഹം എന്ന് തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഈ ദിവസമാകുമ്പോൾ നിലവിൽ വലിയൊരു ഭക്തജന തിരക്കുണ്ട്. ഈ തിരക്ക് വൈകിട്ടാകുമ്പോൾ അത് ഇരട്ടിയാകും. കാരണം കൂടുതൽ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. രാത്രിയോടുകൂടി ബലിതർപ്പണത്തിനൊക്കെ പൂർത്തിയാക്കി പുലർച്ചെ തൊഴുത് തിരികെ മടങ്ങുകയാണ് പതിവ്. പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ട് ഭക്തിസാന്ദ്രമായി കഴിഞ്ഞു കേരളത്തിലെ ഓരോ ക്ഷേത്രങ്ങളും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ടീം മാതൃഭൂമി ന്യൂസ്.